നമസ്കാരം. 2026 ജനുവരി 1 മുതൽ 2026 ഡിസംബർ 31 വരെയുള്ള ഒരു വർഷക്കാലത്തെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത്. മീനം രാശിയിൽപ്പെട്ട രേവതി നക്ഷത്രക്കാരെ ദോഷാധിക്യമുള്ള കാലമാണ്. ശനിയുടെ ദോഷം കൊണ്ട് തന്നെ പല രംഗത്തും നിങ്ങൾക്ക് പല മത്സരങ്ങളിലും നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റാതെ വരാം. ഉദ്യോഗാർത്ഥികളായിട്ടുള്ളവർക്ക് പല രംഗത്തും പല പ്രതിബന്ധങ്ങളും തരണം ചെയ്യേണ്ടതായിട്ട് വരാം. സ്വത്തുക്കളുമായിട്ടുള്ള വ്യവഹാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ എങ്ങനെയെങ്കിലും ഒക്കെ നേരിടാനായിട്ട് ശ്രമിക്കാം. കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പല പ്രശ്നങ്ങളും സാമ്പത്തിക കാര്യത്തിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും ഉണ്ടാകാം. കുടുംബ ബന്ധങ്ങളൊക്കെ താറുമാറാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പൈതൃക സ്വത്തുക്കളൊക്കെ കൈവരുന്ന കാലമാണ്. കുടുംബവുമായിട്ടും ബന്ധുജനങ്ങളുമായിട്ടൊക്കെ സൗഹൃദത്തിൽ വർദ്ധിക്കുന്നത് കൂടുതൽ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കുന്ന കാലമാണ്. കുടുംബ സൗഖ്യം ഐശ്വര്യമൊക്കെ ഈ വർഷം മധ്യത്തോടുകൂടി വന്നു ചേരുന്നതാണ്. നിങ്ങളുടേതല്ലാത്ത പല പ്രവൃത്തികൾ കൊണ്ടും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും നിങ്ങളുടെ അശ്രദ്ധ കൊണ്ട് തന്നെ നിങ്ങൾക്ക് പല പ്രശ്നങ്ങളും ഭാവിയിൽ അനുഭവയോഗ്യമാകുന്നുണ്ട്. രോഗം വർദ്ധിക്കാനൊക്കെ സാധ്യതയുണ്ട്. മനോദുഃഖം, അലസത, ധനനഷ്ടം ഇവയൊക്കെ ധാരാളമായിട്ട് അനുഭവയോഗ്യമാകുന്ന വർഷമാണ്. അതുകൊണ്ട് നല്ലതുപോലെ നിങ്ങളുടെ പ്രവൃത്തികളും ചിന്തകളും പ്രാർത്ഥനകളും ഒക്കെ ഏകീകരിക്കുക, ക്രോഡീകരിക്കുക. അടക്കം ചിട്ടയോടുകൂടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. ശബരിമല ക്ഷേത്ര ദർശനം നടത്തുന്നതൊക്കെ ഈ വർഷം നിങ്ങൾക്ക് കൂടുതൽ ദോഷാധിക്യങ്ങൾ കുറഞ്ഞ് ഗുണാധിക്യം ഉണ്ടാക്കുന്ന ഒരു കാലമാണ്.